കമനീയ കിശോരമുക്തമൂർത്തേ കളവേണുകുണിതാദൃതാനനേന്ദോ മമ വാജി വിജൃംഭതാം മുരാരേഃ മധുരിം നഃ കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ചലവഞ്ചിതം വിജയതാം മമ വാങ്മയ ജീവിതം യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവത നിഷ്ണാതം നൗമിതം ലോകശങ്കരം സദ്ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വൃന്ദാവനത്തിൽ നിന്നും നമ്മളെ ഇപ്പൊ വിടുന്നില്ല അല്ലെ. ഉദ്ധവൻ എത്രയോ കാലമായി ഉദ്ധവൻ ഇപ്പം അവിടെ ആ ഗോപികമാരുടെ അടുത്ത് അവരുടെ പരാതിയും കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞു, വണ്ടിനോടുള്ള പരാതി പറയലാണ് ഗോപികമാര്. ഉദ്ധവനെ, അതുപോലെ തന്നെ കൃഷ്ണൻ, അതുപോലെ തന്നെ വണ്ട്, ഗോപികമാര്, അല്ലെങ്കിൽ അവിടെ ഒരു ത്രിവേണി സംഗമം പോലെയാണ് ശരിക്ക്. പറയുന്നത് മുഴുവൻ വണ്ടിനോടാണെങ്കിൽ പോലും അതുപോലെ തന്നെ കറുത്തിരിക്കുന്ന ആ കണ്ണൻ അല്ലെ, ആ കണ്ണൻ അറിയുവാൻ വേണ്ടിയിട്ടാണ് വണ്ടിനോട് എന്നുള്ള രീതിയില്, ഉദ്ധവനോട് എന്നുള്ള രീതിയില് ദാ പറയുന്നു. മധുപാക്കി തവ ബന്ധോ പറയുകയാണ് അവിടെ. യഥാർത്ഥത്തിൽ അവരുടെ സ്തുതി പോലെയാണ് എന്നാണ് പറയുക ശരിക്ക്. നിന്റെ ചുണ്ടില് ആ ഭഗവാന്റെ വനമാലയിൽ നിന്നും വന്നതായിട്ടുള്ള കുങ്കുമപ്പൂവിന്റെ മാധുര്യം, ആ ഒരു ശുദ്ധി അതിനകത്തുണ്ടെങ്കിൽ, ഹേ വണ്ടേ, നീ ഞങ്ങളുടെ ഈ അശുദ്ധമായിട്ടുള്ള കാലിൽ വന്ന് പതിപ്പിച്ച് അത് ആക്കരുതേ എന്ന ഒരു അന്തരാർത്ഥത്തിലൂടെ അതിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്തേ അങ്ങനെ പറയാൻ കാരണം? ഗോപികമാർക്ക് ഒരിക്കലെങ്കിലും കണ്ണനെ ദ്വേഷിച്ച് സംസാരിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. എത്രയൊക്കെ ഇനി കണ്ണൻ അല്ലെ, ഹൃദയം അഭിമുഷിത്വാ, ഹൃദയം മുഴുവൻ പറിച്ചെടുത്തോണ്ട് പൊക്കോട്ടെ, വിരോധമില്ല. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുഴുവൻ, ഈ ജീവൻ മുഴുവൻ കണ്ണന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത് അവിടെ. ഇപ്പൊ നമ്മള് 16-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അനുസ്മരിച്ചത്. അതിലെന്താ പറയുന്നത്? കണ്ണൻ ഇടയ്ക്ക് ഞങ്ങളെ ആ കാളന്തിയുടെ തീരത്ത് കൊണ്ടുപോയിട്ട് ആ 2 കാലും പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് പറയുന്നത്, ഹേ പ്രേയസി, ഹേ ആര്യപുത്രി എന്ന് പറഞ്ഞ് വിളിച്ച് ഞങ്ങളെ സ്നേഹിച്ച് മതം വരുത്തി ഞങ്ങളുടെ ഉള്ളില് അല്ലെ എന്തെന്നില്ലാത്ത ആനന്ദം കൊണ്ടുവരുത്തി. നിങ്ങളുടെ ആ പാദങ്ങളുടെ അടിയിലുള്ള മണൽത്തരികള് എൻ്റെ തലയിൽ ഇടൂ, ഞാൻ എന്തൊരു ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വരും കണ്ണൻ എന്നതുപോലെയാണ് ഇപ്പോ. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ശരിക്ക്? ഇവിടെ പറയുകയാണ്, യഥാർത്ഥത്തില് ഗോപികമാര് പറയുകയാണ്, അവരവന്റെ അല്ലെ കാര്യം നേടാൻ വേണ്ടിയിട്ട് അങ്ങ് ഞങ്ങളെ അങ്ങോട്ട് ഉയർത്തി കൊണ്ടുപോയിട്ട് എന്തൊക്കെയാണ് ഞങ്ങളെ കുറിച്ച് പറയേണ്ടതെന്ന് കണ്ണൻ അറിയില്ല എന്നതുപോലെ ഉയർത്തി അവിടെ. എന്ന് പറഞ്ഞ പോലെയാണോ, ഹേ വണ്ടേ, നീ എന്റെ കാൽച്ചോട്ടിൽ വന്ന് അല്ലെ, നീ കണ്ണൻ വന്ന് ആ തലയും കൊണ്ട് വന്ന് ഞങ്ങളുടെ പാദങ്ങളുടെ അടിയിൽ വന്ന് നിർത്തിയ പോലെ നീ ഞങ്ങളെ വശീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലേ. ഇതൊക്കെ ആരാ നിനക്ക് പറഞ്ഞു തന്നത്? എനിക്കറിയാം. ആരാ പറഞ്ഞു തന്നത്? നിന്നെ പോലെ തന്നെ കറുത്ത ഒരുത്തനാണ് അവിടെ ഇരിക്കുന്നത്. ഈ കണ്ണൻ നിനക്ക് പലതരത്തിലുള്ള ഈ വശീകരണ വിദ്യകളൊക്കെ നിന്നെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നീയും കണക്കാണ്,
നിന്റെ ആ എന്താണ് കൂട്ടുകാരനായിട്ടുള്ള കണ്ണനും കണക്കാണ്, രണ്ടും കറുത്താണ് ഇരിക്കുന്നത്. എന്നിട്ട് വശീകരിച്ചിട്ട് എല്ലാം അങ്ങോട്ട് ഇല അങ്ങോട്ട് വെച്ച് എല്ലാം വിളമ്പി വെച്ചിട്ട് എഴുന്നേറ്റ് വെക്കോളാൻ പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആരാ ഭർത്താവെന്നറിയില്ല, ആരാണ് മക്കളെന്നറിയില്ല, എവിടെയാണ് ഗൃഹം എന്നറിയില്ലാതെ ഞങ്ങള് എല്ലാം, ഞങ്ങളുടെ ഹൃദയം മുഴുവൻ ഇന്ന് കണ്ണന്റെ കയ്യിലാണ്. അവിടെ ഞങ്ങൾ വെറും ഒരു യന്ത്രം പോലെ ഇങ്ങനെ നടക്കുകയാണ്, ഒന്നും അറിയാത്ത ഒരു ഉന്മാദത്തിൽ. ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാകാതെ ഞങ്ങൾക്ക് ഇനി എന്താ ചെയ്യേണ്ടത് പോലും അറിയില്ല. ആ കണ്ണന്റെ കഥകൾ കേട്ടതോടുകൂടി ഇനി കണ്ണനിൽ നിന്ന് വിട്ട് ഞങ്ങൾക്ക് ഇനി ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഞങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അങ്ങനെ ഭ്രാന്ത് പിടിച്ചു കിടക്കുന്ന ഞങ്ങള് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. പറയൂ എന്ന് ആ പണ്ഡിതനോട് ഇങ്ങനെ ഒരു ബുദ്ധിഭ്രമം സംഭവിച്ചതായിട്ടുള്ള ഞങ്ങളെ ഇനി ആശ്രയിച്ചിട്ട് ഒരു കാര്യമില്ല. പണ്ടേ അന്ന് പറഞ്ഞു എന്താ ഭഗവാൻ പറഞ്ഞു, പ്രേയസികളെ, ഭക്തോത്തമങ്ങളായിട്ടുള്ള നിങ്ങളുടെ പാദങ്ങളുടെ അടിയിലുള്ള ആ മൺതരികള് എന്റെ ശിരസിൽ ഒന്ന് തരാൻ നിങ്ങൾക്ക് എന്നോട് കനിവുണ്ടാവണം എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങളെ ഉയർത്തിക്കൊണ്ട് ഞങ്ങളുടെ അങ്ങനെയുള്ള ഞങ്ങളുടെ ഹൃദയം മുഴുവൻ ഇന്ന് നശിക്കുകയല്ല, ഇന്ന് കണ്ണന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇന്നൊന്നും ആ ഒരു ശക്തി ഒന്നും ഞങ്ങൾക്ക് ഇല്ല അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് വണ്ടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ രംഗം വണ്ടിനോട് പറയാണ്, നീ കാലിന്റെ അടിയിൽ നിന്ന് മാറൂ, ഞങ്ങൾ അശുദ്ധകളാണ്, ഞങ്ങളെ തുടരുത് എന്നുള്ള രീതിയിൽ ആന്തരാർത്ഥത്തോടുകൂടിയാണ് അവരുടെ ഈ ഒരു കരച്ചില് എന്ന് പല ആചാര്യന്മാരും ഇങ്ങനെ നിന്ദയല്ലാതെ സ്തുതിയായിട്ട് പറഞ്ഞ് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഭക്തന്മാർക്ക് അതേ ചെയ്യാൻ സാധിക്കുള്ളൂ. അവിടെ എന്തായാലും നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് നോക്കാം. മൃഗയുരിവ കപീന്ദ്രം വിവ്യഥേലുബ്ധധർമാസ്ത്രിയമകൃതരൂപ വിരൂപാം ശ്രീജിതഃ കാമയാനാം ബലിമത്വാമേട്ടയധ്വാംശവദ്യസ്തദാലമസിത സഖ്യൈർദുസ്ത്യജത്തൽ കഥാർത്ഥ. ഇനി ആ കണ്ണന്റെ കാര്യം, ഇവന് പൂർവജന്മങ്ങളിലും ഇവൻ വഞ്ചകനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞങ്ങളെയൊക്കെ ഇത്രയും കണ്ട് എല്ലാം വിട്ട് ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാം ഞങ്ങളോട് ചേർന്ന് തന്നെ ഒക്കെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് ഇനി കണ്ണനെ ഉള്ളൂ എന്നുള്ള ധാരണത്തിൽ വിചാരിച്ച് ഞങ്ങളുടെ ഹൃദയം മുഴുവൻ അവിടുന്ന് സ്വീകരിച്ചിട്ട് ആ കണ്ണൻ മാത്രമേ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ ഇന്ന് വഞ്ചിച്ചുകൊണ്ട് പോയിരിക്കുന്നു. അങ്ങനെയുള്ള ഇതിനു മുമ്പും പൂർവ്വജന്മത്തിലും ഇതൊക്കെ തന്നെയായിരുന്നു ഇവന്റെ ഇത്. അന്ന് എങ്ങനെയായിരുന്നു? അന്ന് ത്രേതായുഗത്തിൽ അവൻ രാമനായിട്ട് അവതരിച്ചുകൊണ്ട് ഒരു വേടനെ പോലെ അമ്പ ചെയ്തുകൊണ്ട് വെറും ലുബ്ധധർമ്മത്തിന് വേണ്ടിയിട്ട്, ആ ലുബ്ധതയ്ക്ക് വേണ്ടിയിട്ട്, മാംസത്തിന് വേണ്ടിയിട്ട് ആ ബാലിയെ കൊന്നതായിട്ടുള്ളവനാണ് ഇവൻ. പിന്നെ അത് തന്നെയല്ല, സ്ത്രീയമകൃതമിരൂപാം സ്ത്രീജിതഃ കാമയാനാം, തന്റെ പത്നിയായിട്ടുള്ള സീതാദേവിയുടെ പ്രേരണ കൊണ്ട്, അല്ലെങ്കിൽ സീതാദേവിയെ ഒന്ന് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള, മോഹിച്ചു വരുന്നതായിട്ടുള്ള ശൂർപ്പണഖയുടെ അവയവങ്ങള്, ആ കണ്ണും അതുപോലെ കാതും മുറിച്ചു കളഞ്ഞതായിട്ടുള്ള രംഗങ്ങള്, ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് അവരെ പോലും വഞ്ചിച്ചിട്ടുള്ളവൻ ആണ് ഇവൻ. പിന്നെയോ അത് തന്നെയല്ല, ബലിമത്വാവേഷ്ടയധ്വാൻഷവദ്യ. അപ്പം അത് തന്നെയല്ല, സകലത്തും ഇനി തനിക്ക് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ എല്ലാ ഗുരുഭക്തിയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും കൊണ്ട് ജീവിച്ചതായിട്ടുള്ള, സകല രൂപത്തിൽ ജീവിച്ചതായിട്ടുള്ള ഇന്ദ്രസേനൻ എന്നുള്ള രാജാവ് ആ മഹാബലി പൂജ ചെയ്തതിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കണം. ആ തൃപാദങ്ങളെ പൂജിച്ച് എല്ലാം വേണ്ട പോലെ ചെയ്തതിന് ശേഷം ആ മഹാബലിയിൽ നിന്നും സകലതും മേടിച്ച് വർണ്ണപാശത്തിൽ കെട്ടിയതായിട്ടുള്ള ആ ഒരു വഞ്ചനയല്ലേ അവൻ ചെയ്തത് എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള അവന്റെ കഥകളൊന്നും ഞങ്ങളുടെ അടുത്ത് ഇനി പാടണ്ട.
ഞങ്ങളുടെ അടുത്ത് പാടിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്താണ്? ഞങ്ങളുടെ ഹൃദയമൊന്നും ഇല്ല ഇപ്പൊ. ഞങ്ങൾക്ക് ഹൃദയം ഇല്ലാതെ ജീവിക്കുകയാണ് ഇപ്പോ. ഞങ്ങൾക്ക് അതൊന്നും ഇനി മനസ്സിൽ കയറില്ല അവിടെ. അതുപോലെ ഞങ്ങള് അവനെ വെറുത്തുപോയി അവിടെ. അതുകൊണ്ട് പണ്ടേ നീ ഇതൊക്കെ കേൾക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്ന് പോയി പാടൂ. അവിടെ ആ നഗരത്തിലുള്ള ധാരാളം സ്ത്രീകളില്ലേ, അവരുടെ അടുത്ത് നിന്ന് പാടാം. ഞങ്ങളുടെ അടുത്ത് പാടിയിട്ട് എന്ത് കിട്ടാനാ നിനക്ക്? ഈ കാട്ടുജാതിയിലുള്ള ഞങ്ങള് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഞങ്ങളുടെ അടുത്ത് വന്ന് പാടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അത് പ്രത്യേകിച്ച് നിനക്കൊന്നും പ്രയോജനം ഉണ്ടാവുന്നില്ല. നിനക്ക് പ്രയോജനം ഉണ്ടാകും ആരുടെ അടുത്താണ്? ആ നഗരത്തിലുള്ള ആ പെണ്ണുങ്ങളുടെ അടുത്ത് ചെന്ന് പാടി നോക്കൂ. അത് കണ്ണനും അതായിരുന്നു ഇഷ്ടം. ഇപ്പൊ കണ്ണൻ എന്താണ്? ഇപ്പം നഗരത്തിലെ പെണ്ണുങ്ങളെ വിചാരിച്ചാൽ മാത്രം നിനക്ക് കണ്ണനെ കിട്ടുള്ളൂ അവിടെ. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അതാണ് അവിടെ വേണ്ടത് എന്ന് അവിടുന്ന് പറഞ്ഞു. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം, ഭഗവാന്റെ ഗോപികമാർക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ അറിവ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിദ്യാഭ്യാസം? അവതാര കഥകൾ മുഴുവൻ അവർക്ക് രാമായണം മുഴുവൻ വായിച്ചിട്ടുണ്ട്, മഹാഭാരതം മുഴുവൻ വായിച്ചിട്ടുണ്ട്. ഏത് യുഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആരാധനകളെ കുറിച്ചും വേണ്ട അറിവ് മുഴുവൻ അവർക്ക് പകർന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. എല്ലാ അവതാരത്തിലും അല്ലെ ഭഗവാന്റെ ആ ലീലകളെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാൻ ഏത് അവതാരങ്ങളെ എടുത്താലും ആ ശ്യാമള നിറത്തോടുകൂടിയാണ് എന്ന് അവിടെ പറയാണ്. അങ്ങനെയുള്ള ആ ഗോപികമാർക്ക് അവതാര കഥകളെ മുഴുവൻ വേണ്ട പോലെ അവര് ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട് അവിടെ. അങ്ങനെ പുരാണ പരിജ്ഞാനമുള്ളവരാണ് ഗോപികമാര് അല്ലെ. ശ്രീരാമൻ നിരപരാധിയായിട്ടുള്ള ആ ബാലിയെ നിഗ്രഹിച്ചത് വെറും അല്ലെ ഒരു ആ മാംസത്തിൽ കൊതിക്ക് വേണ്ടിയിട്ട് മാത്രം. ഒരു വേടന്റെ ധർമ്മം അവിടെ സ്വീകരിച്ചു അവിടെ. പിന്നെയോ ക്ഷത്രിയൻ എത്രയൊക്കെ അധപ്പതിച്ചാലും അവിടെ പറയുന്നുണ്ട്, ശരിക്ക് ബ്രാഹ്മണരോ ക്ഷത്രിയരൊന്നും കൊരങ്ങന്റെ മാംസം ഭക്ഷിക്കില്ല എന്നൊരു ഇത് തന്നെയുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ട് പോലും ആ ഒരു അധർമ്മത്തിന് കൂട്ടുനിന്നതായിട്ടുള്ള ശ്രീരാമനായിക്കൊണ്ടാണ് ചെയ്ത കാര്യത്തെ അവിടുന്ന് ആ പരമമായിട്ടുള്ള ധർമ്മം വിട്ട് പാപത്തിലേക്ക് കടന്നു എന്ന് പറയുകയാണ്. പിന്നെയോ തന്നെ ഈ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ തന്നെ കാമിക്കുന്നതായിട്ടുള്ള സ്ത്രീകളെയൊക്കെ പരിത്യജിക്കുക എന്ന് പറയുന്നത്, അത് ഇതിലും വലിയൊരു പാപം വേറെ ഇല്ല എന്ന് പറയാം. ഏകപത്നി വ്രതമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഏകപത്നി വ്രതത്തെക്കാളും ദോഷമാണ് ഈ തന്നെ മോഹിക്കുന്നവരെ, തന്നെ ആശ്രയിക്കുന്നവരെ, അവരെയൊക്കെ പരിത്യജിക്കുക എന്നുള്ളത് തന്നെയല്ല. പിന്നെന്താണ്? അവർക്ക് ഇനി നീ അല്ലെ ഭാഗവതത്തിലെ രാമായണത്തിന്റെ 2 രീതിയിൽ ഭാഷ പറയുന്നുണ്ട്. മൂക്കും മുലയും മുറിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത് ശരിക്കും. കാരണം എന്താണ്? അവിടെ പറയുന്നത് ഇപ്പൊ വാത്മീകി രാമായണത്തിലായാലും ആധ്യാത്മിക രാമായണത്തിലായാലും മൂലത്തിലൊക്കെ കാണുന്നത് കർണവും നാസികയും മുറിച്ചു എന്നുള്ളതാണ്. ഇതാണ് രാക്ഷസികൾക്ക് ഈ 2 കാര്യങ്ങളാണ് അവരുടെ ലൗകികത കൊണ്ട് അവരുടെ ജീവിതത്തെ ഇല്ലാണ്ടാക്കുന്നതെന്ന് പറയാണ്. സത്യത്തിൽ എന്താ ചെയ്തത് അവിടെ? ഭഗവാൻ എന്താ ചെയ്തത്? ശൂർപ്പണഖയെ വിരൂപിയാക്കുകയാണോ അവിടെ ചെയ്തത്? അല്ല. അവിടെ നമ്മളുടെ ഈ ശരീര സുഖങ്ങൾക്ക് കാരണമാകുന്നതായിട്ടുള്ള ഗന്ധവും അതുപോലെ തന്നെ കാതും, ഇത് രണ്ടുമാണ് രാക്ഷസികള് മണത്തറിഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടുമാണ് അവരെ പലതിലേക്കും ചെന്ന് ചാടുന്നത്. ലൗകികമായിട്ടുള്ള സുഖങ്ങളില് ആ ലൗകിക സുഖങ്ങളെ ഇല്ലാണ്ടാക്കി ഈശ്വരനിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഏറ്റവും വലിയ പരമമായിട്ടുള്ള ധർമ്മമാണ് അവിടെ ഭഗവാൻ ചെയ്തത് എന്ന് ആചാര്യന്മാരത് വിസ്തരിച്ച് എടുത്തു പറയാറുണ്ട് അവിടെ. പിന്നെ അവിടെ പറയുന്നുണ്ട് അത് തന്നെയല്ല അവിടെ ലക്ഷ്മണനെ കൊണ്ട് വിരൂപയാക്കി. അത് തന്നെയല്ല ഒരു പുരുഷനും ഇനി സ്വീകരിക്കാത്തക്ക വിധത്തില് അല്ലെങ്കിൽ സ്വീകരിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവിടെ അവളെ വിരൂപയാക്കി എന്ന് പറഞ്ഞു. എന്തേ അത് പറയാൻ കാരണം? പ്രകൃതിയിലുള്ള
ഒരു വസ്തുക്കളും തന്നോട് ഇനി അടുത്ത് വരാതെ എന്നിലേക്ക് തന്നെ എത്തണം എന്നുള്ള ഒരൊറ്റ കാര്യം. നമുക്ക് അങ്ങനെ ആ രീതിയിൽ അതിനെ വ്യംഗ്യമായിട്ട് എടുത്തു കഴിഞ്ഞാലോ എത്ര ഭംഗിയായിട്ട് നമുക്ക് അതിനെ സ്വീകരിക്കാം. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർ ചിന്തിക്കുകയുള്ളൂ. അവിടെ ഭഗവാൻ ചെയ്ത ഏത് കർമ്മങ്ങളും അല്ലെ, ജഗന്മോഹന മോഹനം എന്ന് പറയാറില്ലേ, ഭഗവാന്റെ കർമ്മങ്ങള് എന്ത് കർമ്മങ്ങളായിക്കോട്ടെ അതൊക്കെ ഭക്തന്മാർക്ക് നമ്മയെ ഭക്ത പ്രണശ്യതി എന്ന് പ്രാർത്ഥനയെടുത്തിട്ടുള്ള പ്രതിജ്ഞ എടുത്തതായിട്ടുള്ള ഭഗവാന് ഇതേ ചെയ്യാൻ സാധിക്കുള്ളൂ അവിടെ. അപ്പൊ ശൂർപ്പണഖയെ തന്നിലേക്ക് തന്നെ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്ന് അവിടെ കാണിക്കാൻ വേണമെങ്കിൽ സാധിക്കാം. ആണെങ്കിൽ പിന്നെയോ ബലിയുടെ കാര്യമാണെങ്കിലോ അല്ലേ, ഒരു പുരുഷനും സ്വീകരിക്കാത്ത അല്ലെങ്കിൽ ആർക്കും സാധിക്കാത്ത ഒരു വലിയൊരു മഹത്തായ ഒരു കാര്യമാണ് ബലിക്ക് നേരിട്ട് ഭഗവാന്റെ പാദങ്ങളിലെ കാല് കഴുകാൻ വേണ്ടി സാധിച്ചത്. അപ്പൊ മഹാബലി അങ്ങേയറ്റം പൂജിച്ച് ബലി നൽകുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാലോ, പൂജ കഴിക്കുക എന്ന് പറയുകയാണ്. പൂജ ചെയ്തു അവിടെ. അപ്പം അതെല്ലാം അവിടുന്ന് സ്വീകരിച്ചു കഴിഞ്ഞ് അവിടുന്ന് അദ്ദേഹത്തെ ബന്ധിച്ചു എന്ന് പറയാണ് അവിടെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് അവിടെയും ബലിക്ക് അനുഗ്രഹമാണ് കൊടുത്തത് എന്ന് നമുക്ക് ആ വാമന ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഭഗവാൻ ചെയ്യുന്നതായിട്ടുള്ള ഓരോ പ്രവൃത്തികളുടെയും ധർമാധർമ്മങ്ങൾ നമ്മളുടെ മനോഭാവം കൊണ്ടാണ് അതിനെ ധർമ്മമായിട്ടും അധർമ്മമായിട്ടും അവിടെ സ്വീകരിക്കുന്നത്. എത്ര ഭംഗിയായിട്ട് നമുക്ക് അതിനെ വിശകലനം ചെയ്യാൻ സാധിക്കും അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ഏത് കർമ്മങ്ങളായിക്കോട്ടെ നമ്മളെ സുഖം പകർത്തുന്ന ആരാണ്? നമ്മൾ തന്നെയാണ്. അതിനെ ദുഃഖം പകർത്തുന്ന ആരാണ്? നമ്മൾ തന്നെയാണ്. അപ്പം നമ്മളുടെ ചിന്താഗതികൾക്ക് അനുസരിച്ചാണ് സുഖദുഃഖങ്ങളും ധർമാധർമ്മങ്ങളും ഒക്കെ മാറുന്നത്. ഭഗവാനല്ല ഈ മാറ്റങ്ങളൊന്നും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഗോപികമാര് പറഞ്ഞത്, നീ ഞങ്ങളുടെ കൂടെ വന്ന് എന്ത് ചെയ്താലും നിനക്കതുകൊണ്ട് ദോഷമേ സംഭവിക്കുള്ളൂ ഹേ വണ്ടേ. ഇതാരാ അറിയേണ്ടത്? ഈ വണ്ടിനോട് പറയുന്നത് മുഴുവൻ ഉദ്ധവനോടാണ് പറയുന്നത്. അതുകൊണ്ട് ഉദ്ധവ, ഇവിടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഭഗവാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഉദ്ധവ ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്ന് ഒരിക്കലും ഇതുകൊണ്ട് അശുദ്ധമായിട്ട് മാറരുത് എന്നുള്ള രീതിയിൽ ആ വണ്ടിനെ പറഞ്ഞു വിടുന്നത് പോലെ തന്നെ ഉദ്ധവനെ തന്നിൽ നിന്ന് തന്റെ ദോഷങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഭഗവാനെ വ്യക്തമായിട്ടുള്ള ധാരണ കൊണ്ടാണ് യഥാർത്ഥത്തില് അവിടെ ഗോപികമാർക്ക് ഇതുപോലെ പറയാൻ സാധിക്കുന്നത്. അവിടെ നമുക്ക് ലൗകികമായിട്ട് അതെങ്ങനെ ഈ ലൗകികമായിട്ട് നമ്മളുടെ ലൗകികമായിട്ടുള്ള മനോഗതി കൊണ്ടാണ് നമുക്കത് അവരുടെ കരച്ചിലാണ്, അവർക്ക് ഭഗവാനോട് ദേഷ്യമാണ്, അവര് ഭഗവാനെ ചീത്ത വിളിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ ആ മനോഭാവത്തിൽ കൂടെ കാണുന്നതുകൊണ്ടാണ്. അവരങ്ങനെയല്ല യഥാർത്ഥത്തിൽ പറയുന്നത്. അവര് പറയുന്നത് ഭഗവാനെ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ചീത്ത വിളിക്കാൻ സാധിക്കും? എങ്ങനെ ചീത്ത വിളിക്കാൻ സാധിക്കും? നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അത് ലൗകികമേ തോന്നുള്ളൂ. ആ ഗോപികാഗീതം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഗോപികാഗീതം എന്ന് പറയുന്നത് അവർക്ക് ആ ശരീരസുഖം അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് കണ്ണൻ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി എന്നുള്ള ഇതാണോ അവിടെ? ഒരിക്കലും അല്ല. അവിടെ ഗോപികകള് ആ യമുനയുടെ മടിത്തട്ടിൽ കിടന്ന് കരയുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അവർ കരയുന്നത്? ഞങ്ങളുടെ ഉള്ളിലുള്ള ആ കണ്ണൻ അല്ലെങ്കിൽ ഈശ്വര ഭാവം ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരു വലിയൊരു തേങ്ങലാണ് അവിടെ ഉണ്ടായത്. അത് ഞങ്ങൾക്ക് വീണ്ടെടുക്കണം എന്നുള്ളതാണ്. അല്ലാതെ കണ്ണന്റെ ആ ശാരീരികമായിട്ടുള്ള രൂപത്തെ അല്ലെങ്കിൽ ആ ഒരു അതൊക്കെ അതിന് അപ്പുറത്തേക്ക് മനസ്സിലായിട്ടുള്ളവരാണ് അവര്. രൂപവും ആകൃതിയും ഒന്നുമില്ലാതെ ഉള്ള ആ കണ്ണൻ ഞങ്ങളുടെ ഉള്ളിലാണ് എപ്പോഴും. ഈ കണ്ണനെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഞങ്ങളുടെ ഉള്ളിലെ മാലിന്യങ്ങളെ ഒന്ന് മാറ്റിത്തരാൻ വേണ്ടിയാണ് ആ യമുനയുടെ മടിത്തട്ടിൽ കടന്ന് ഗോപികാഗീതത്തിലൂടെ അവിടെ ആർത്ത് കരയുകയാണ് അവിടെ ശരിക്കും. പക്ഷെ നമ്മളുടെ ലൗകിക ജീവിതത്തിൽ എന്താ നമ്മൾ വിചാരിക്കുക? കണ്ണൻ ഇത്ര കണ്ട് അവരോട് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്, കണ്ണൻ എന്താണ് അവിടെ ചെല്ലാത്തത് എന്നൊക്കെ നമ്മളുടെ ആ ജ്ഞാനത്തിനനുസരിച്ച് നമ്മളുടെ അജ്ഞത കൊണ്ടാണ് നമുക്കത് അങ്ങനെ തോന്നുന്നത്. പക്ഷെ യഥാർത്ഥത്തില് നേരെ വിപരീതമായിട്ടുള്ള രീതിയിലേക്കാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ വണ്ടിനോട് എന്നുള്ള ഒരു പരാതിക്കാരൻ എന്നുള്ള രീതിയിൽ വണ്ടിനോട് അല്ലെങ്കിൽ കണ്ണനോട് എന്നുള്ള രീതിയിൽ അതിനെ പുച്ഛിച്ചു സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പുച്ഛിച്ചു സംസാരിക്കലല്ല അവിടെ യഥാർത്ഥത്തില്. സ്തുതിയാണ്. ആ കണ്ണനോളം ഒക്കെ ആർക്ക് എത്തിച്ചേരാൻ സാധിക്കും? അവിടെ രുക്മിണി ദേവി കരിഹിജിൽ അധ്യായത്തിൽ പറയുന്നില്ലേ അവിടെ
അവിടുന്ന് ആരാണ്, ഞാൻ ആരാണ്? അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഗോപികള് ആരോടാണ് ഇപ്പം അവര് അപ്പം അവരുടെ വേദന മുഴുവൻ ഇപ്പൊ എന്താണ് യഥാർത്ഥത്തില്? അവർക്ക് ഇതിനു മുമ്പ് ഉണ്ടായതായിട്ടുള്ള ആ ഒരു ശുദ്ധഭാവത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ അവിടെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ശ്ലോകം നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഇന്നത്തെ പാരായണത്തിലേക്ക് പ്രവേശിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാ വാക്കുകളും എല്ലാ ആശയങ്ങളും ഭഗവാന്റെ പാദങ്ങളിലും ഗുരുനാഥന്റെ പാദങ്ങളിലും ഭക്തന്മാരുടെ പാദങ്ങളിലുമായിട്ട് സമർപ്പിക്കാം. വീണ്ടും വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല ആശയങ്ങൾ ഗുരുവായൂരപ്പൻ കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണത്തിലേക്ക് പ്രവേശിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.